വളരെ മാരകമായൊരു തെറ്റാണ് വ്യഭിചാരം. അതുകൊണ്ടാണല്ലോ ഖുർആൻ വലാ തഖറബുസ് സിനാ, സിന കൊള്ള നിങ്ങൾ അടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? വ്യഭിചാരം കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വ്യഭിചാരത്തിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന പ്രവർത്തനങ്ങൾ പോലും നമ്മിൽ നിന്നുണ്ടാകരുത്. അന്യപെണ്ണിലേക്ക് നോക്കുക എന്നത് വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുന്ന കാര്യമാണ്. അന്യപെണ്ണിനെ തൊടുക എന്നത് വ്യഭിചാരത്തിലേക്ക് മാടി വിളിക്കുന്ന കാര്യമാണ്. അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുക എന്നത് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ ഹബീബ് നബി തങ്ങൾ അൽ ഐനാനി സിനാഹുമൻ നദറു, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. അതേ അല്ലുദ്നാനി സിനാഹുമൽ ഇസ്തിമാഉ, അതുപോലെ അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണ്. അതേപോലെ കൈകൊണ്ടുള്ള സ്പർശനം വ്യഭിചാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന സംഗതിയാണത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അതിനുള്ള വകുപ്പുകൾ തന്നെ ഉണ്ടാക്കിക്കൂടാ. ഞാൻ വേദനയോടെ പറയുകയാണ്, പല സ്ഥലങ്ങളിലും ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ പലപ്പോഴും മാറ് മറക്കുന്നില്ല, കഴുത്ത് മറക്കുന്നില്ല, കൈത്തണ്ട മറക്കുന്നില്ല, ശരീരത്തിലെ മുടി മറക്കുന്നില്ല. മുടി മറച്ചവരാണെങ്കിൽ പോലും പകുതിയാണ് മറക്കുന്നത്, പകുതി മുൻഭാഗം തുറന്നിട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ കുണ്ടൂർ ഉസ്താദിനെ സ്നേഹിക്കുന്നവരാണോ? ഔലിയാക്കളെ പ്രിയം വെക്കുന്നവരാണോ? അതേ ഇരിക്കട്ടെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരികയാണല്ലോ. സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ആഘോഷിക്കാൻ റബ്ബ് നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ആ ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണോ എങ്കിൽ ഇതൊന്നും അല്ലാഹുവിൻ്റെ റസൂല് പൊരുത്തപ്പെടുന്നതല്ല. നിങ്ങളെ ശരീരം മറക്കാതെ, മാറ് മറക്കാതെ, കൈത്തണ്ട പുറത്താക്കിയുള്ള ജീവിതമുണ്ടല്ലോ, തലയിലെ മുടി പുറത്താക്കിയുള്ള ജീവിതമുണ്ടല്ലോ, ശരീരത്തിന്റെ പുഷ്ടിയെടുത്ത് കാണിക്കുന്ന വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരെ മുന്നിലേക്ക് യാതൊരു മടിയുമില്ലാതെ ഇറങ്ങി കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററുകളിലോ അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി നടക്കുന്ന എല്ലാ ഫോട്ടോവിനും പോസ്റ്റ് ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ. അതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ പ്രചരണത്തിലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ആഹ്ലാദത്തിലോ അന്യപുരുഷന്മാരോടുകൂടി റോട്ടിലിറങ്ങി തുള്ളിച്ചാടുന്ന ചില മുസ്ലിം സ്ത്രീകളുണ്ടല്ലോ. ഓർക്കണേ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ അത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്ക് നരകമുണ്ടെന്നാണ്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിച്ച് പുറത്തിറങ്ങുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്. അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്നവരാണ്, അന്യപുരുഷന്മാരിലേക്ക് ആകർഷരാകുന്നവരാണ്. അവരുടെ തലകൾ വലിയ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പല പോലെ കെട്ടിബന്ധാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, അവർ സ്വർഗത്തിൽ കിടക്കില്ല. വലാ യജിദന റീഹഹാ, സ്വർഗത്തിന്റെ മണം കിട്ടില്ല. വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ, എത്രയോ നാഴിക അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം ലഭിക്കില്ല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളും ആത്മീയ ബോധമുള്ളവരാകണം. കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോ അള്ളാഹുവിന് തഖ്വയോടുകൂടെ ജീവിക്കണം. ഫൈന ഖൈറ സാദി തഖ്വ, നമ്മൾ ഒരുക്ക് സാധനങ്ങളിൽ ഏറ്റവും വലുത് തഖ്വയാണ്. തഖ്വയോടുകൂടെ ജീവിക്കണം. അവിടെയാണ് മനുഷ്യന്റെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളാക്കി തരുമാറാകട്ടെ.